നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? വീണ്ടും ഒരു പനീർ വെച്ചിട്ടാണ് പെപ്പർ പനീർ മസാല. അപ്പോൾ ഇന്നൊരു പനീർ വിഭവമാണ്, ഡിഫറെന്റ് ആണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാം, അത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വാല്യുബിളായ നിങ്ങളുടെ സജഷൻസും കമൻസും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. പടപടാവുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത കിടിലം വീഡിയോകളിലേക്ക് പോവാം. മസാലയാണ് പെപ്പർ പനീർ മസാല. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യത്തിന്? ഇൻഗ്രീഡിയന്റ് പെപ്പർ, പനീർ എടുത്തിട്ടുള്ളൂ, ഗരം മസാല, ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണത്. ഇത് സോയാ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ഓക്കെ, കറിവേപ്പില, ഇത് സവാള, അല്പം മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മുളകും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എണ്ണ ഒഴിക്കുന്നു പാനിലേക്ക്. ഞാൻ എണ്ണ ചൂടാവട്ടെ. സവാള, പച്ചമുളക് ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിന് മുമ്പ് ഇതൊന്നാവട്ടെ ആയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെ ആ കുത്തൊന്ന് മാറണ വരെ എനിക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ചപ്പോൾ 1 സ്പൂൺ ഗരം മസാല, ഇത് പെപ്പറാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പെപ്പർ പൗഡർ ഇട്ടു. ഇത് നല്ലോണം ഇതൊന്ന് മൂപ്പിക്കും. മൂത്ത് വരുമ്പോൾ ഇതോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത്, ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. അതിൻ്റെ ഒരു ഇതിലേക്കായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ. കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് എടുക്കാം. എനിക്കധികം ഇത് വേണ്ട വിചാരിച്ചിട്ട് 1 സ്പൂൺ എടുക്കും. നമ്മളിപ്പോൾ 100 ഗ്രാം പനീർ എടുത്തിട്ടുള്ളൂ സാധാരണ. എല്ലാം നമുക്കിപ്പോൾ അത് തന്നെ ധാരാളമാണ്. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ശരി, ഉപ്പ് ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. തീ നമ്മൾ കൂട്ടി വെക്കണ്ടേ? കുറച്ച് തീ കൂട്ടി വയ്ക്കുക. ആദ്യം നമ്മൾ സിമ്മിലേക്ക് ഇട്ടല്ലോ. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പനീർ എടുത്തു വെച്ചേക്കണ പനീറും കൂടെ ചേർത്ത് വെച്ചിട്ട് കൊടുക്കുക. പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പനീറിൽ ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. കറി റെഡിയായി. നമ്മുടെ പെപ്പർ മസാല റെഡിയായി. ഒരിത്തിരി ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കോ എല്ലാത്തിൻ്റെയും കൂടെ, ചപ്പാത്തിക്ക് ഇന്നതൊന്നുമില്ല, ഇടിയപ്പത്തിൻ്റെ ചപ്പാത്തി, പൊറോട്ട, നാൻ, എന്റെ അഭിപ്രായത്തില് ഇത് 3 അടിപൊളിയായിരിക്കും, പൊളിക്കും. ഇടിയപ്പത്തിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കൂട്ടാവുന്ന ഒരു നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയാണല്ലോ. പൊറോട്ടയിൽ നമ്മൾ പൊടി വാറുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഭവം തയ്യാറായി. ചെറിയ ഗാർണിഷൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു ഫുഡ് റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.